السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നോമ്പ്, നമ്മുടെ എല്ലാ ഇബാദത്തുകളും പരിപൂർണമായി സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ വിശാലമായ മഗ്ഫിറത്ത് അവന്റെ അടിമകൾക്കെല്ലാം വ്യാപകമായി നൽകുന്ന ഈ പുണ്യദിനങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ പരിപൂർണ ഈമാനോടെ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ചൊല്ലി ഈ ലോകത്തോട് വിടവായ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും പടച്ചവൻ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായി പലയിടങ്ങളിൽ, വീടുകളിൽ, ഹോസ്പിറ്റലിലൊക്കെ കഴിയുന്ന ഒട്ടനവധി ആളുകൾ അല്ലാഹു തആല അവർക്കൊക്കെ ആജിലായ കാമിലായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ്. ഫർദ് നിസ്കാരങ്ങൾക്ക് പുറമെ ഒരു സത്യവിശ്വാസി ദൈനംദിനം നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുപാടുണ്ട്. സുലാത്തുൻ നഫിൽ എന്ന് പറയും, അതുപോലെ സുന്നത്ത് എന്ന് പറയും, മുസ്തഹബ് എന്ന് പറയും, മന്ദൂബ് എന്നൊക്കെ സുന്നത്ത് നിസ്കാരത്തിന് പല പേരുകളുണ്ട്. പൊതുവില് സുന്നത്തിന് നമ്മൾ ഒരു നിർവചനം പറഞ്ഞിട്ടുള്ളത് മാ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ അമലിനാണ് എന്ന് പറയുക, സുന്നത്ത് എന്ന് പറയുക. അപ്പൊ പ്രതിഫലം ചെയ്താൽ അല്ലാഹു തആല നമുക്ക് പ്രതിഫലം തരും, ഉപേക്ഷിച്ചതിന്റെ പേരിൽ കുഴപ്പമില്ല. എന്തിനാണ് ഫർദ് നിസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്ത് നിസ്കാരം കൂടി അല്ലാഹു തആല നമുക്ക് തന്നിരിക്കുന്നത്? അതിന് മഹാന്മാർ പഠിപ്പിക്കുന്നത് ഫർദ് നിസ്കാരങ്ങളിൽ വരുന്ന ന്യൂനതകളെ പരിഹരിക്കാൻ വേണ്ടി ആണ് സുന്നത്ത് നിസ്കാരം. ഫർദ് നിസ്കാരം നിർബന്ധമാണ്, അത് സഹിയാകണം, അത് അല്ലാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കണം. പക്ഷേ ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ മറ്റോ നിസ്കാരത്തിൽ എന്തെങ്കിലും കുറവുകൾ വരാം, സ്വാഭാവികമാണ്. സാധാരണഗതിയിൽ അങ്ങനെ എന്തെങ്കിലും ന്യൂനതകൾ, കുറവുകൾ വന്നാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് എന്തുള്ളത്, സുന്നത്ത് നിസ്കാരങ്ങളുള്ളത്. ഇപ്പൊ നമ്മൾ റമളാനിലെ നോമ്പ്, ആ 30 നോമ്പ് കഴിഞ്ഞാൽ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കും. ഫിത്ർ സക്കാത്തിൽ അവിടെ പറയുന്നത് എന്തിനു വേണ്ടി എന്നാണ്? ഈ നോമ്പിലുള്ള വന്ന ന്യൂനതകളെ പരിഹരിക്കാൻ വേണ്ടി. അതുപോലെ റമളാന് ശേഷമുള്ള 6 നോമ്പും ഏതിനു വേണ്ടിയാണ്? സുന്നത്തായ നോമ്പ്. ഈ ഫർളായ നോമ്പിൽ എന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാം. ഇതുപോലെ സുന്നത്ത് നിസ്കാരങ്ങളും ഫർള് നിസ്കാരത്തിൽ വന്ന കുറവുകൾ പരിഹരിക്കാം. മാത്രമല്ല ബൽ വലിയഖൂമ ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ നമുക്ക് സുന്നത്ത് ആയ ഇബാദത്തുകൾ കൊണ്ടുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ അത് മഖാമമാ തുരിക മിൻഹാ, ദുനിയാവില് ഏതെങ്കിലും കാരണത്താൽ നമ്മൾ ഫർദ് നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആഖിറത്തിൽ അതിന് നമുക്ക് പരിഹാരമാണ്. അത് എടുത്തു പറയാൻ കാരണം അറിയാവോ? ദുനിയാവിൽ നമുക്കത് പരിഹാരമായിട്ട് കാണാൻ പറ്റൂല. ദുനിയാവിൽ നമുക്ക് ഫർദ് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഫർദ് തന്നെ നിസ്കരിക്കണം. അതിന് പകരം ഏത് പറ്റില്ല? സുന്നത്ത് പറ്റൂല. അപ്പൊ എനിക്ക് ഫർദ് കുറെ ഉണ്ട്, കഥ ആയിട്ടുണ്ട്, ഓർമ്മയില്ല, അപ്പൊ അതിന് പകരം ഞാൻ സുന്നത്ത് നിസ്കരിക്കാം, ആ സുന്നത്ത് കൊണ്ട് ഫർദ് പരിഹരിക്കുമെന്ന് ദുനിയാവിൽ നമുക്ക് പറയാൻ പറ്റൂല. ദുനിയാവിൽ നമുക്ക് ഫർദ് നഷ്ടപ്പെട്ടു പോയാൽ അതിന് ഫർദായിട്ട് തന്നെ കഥ കിട്ടണം. എന്നാൽ നമുക്ക് അറിഞ്ഞുകൂടാതെയോ മറതി കൊണ്ടോ നമുക്കെന്തായി കുറെ ഫർദ് നിസ്കാരങ്ങൾ കള്ളായി പോയിട്ടുണ്ട്. അപ്പൊ എന്റെ ധാരണ ഞാൻ എന്റെ ജീവിതത്തിൽ എല്ലാ ഫർദും നിസ്കരിച്ചിട്ടുണ്ടെന്നാണ്, കള്ളാ ആയതൊക്കെ ഞാൻ കള്ളാ വീട്ടിട്ടുണ്ടെന്നാണ്. പക്ഷെ പരലോകത്ത് വരുമ്പോൾ നമുക്ക് പല നിസ്കാരങ്ങളും
കല ആവും. കല ആയതായിട്ട് നമ്മളുടെ ഗ്രന്ഥത്തിൽ കാണാം, കിതാബിൽ കാണാം. അവിടെ നമ്മൾ ദുനിയാവിൽ സുന്നത്തുകൾ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫർളിന്റെ സ്ഥാനത്ത് അല്ലാഹു തആല എന്ത് ചെയ്യും? ഈ സുന്നത്തുകളെ വെക്കും. അവിടെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അപ്പൊ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ദുനിയാവിൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഫർള് ഖള ഉണ്ടെന്ന് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതിനെ ഖള വീട്ടുക തന്നെ വേണം. ഇവിടെ നമ്മൾ പറഞ്ഞത് പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഫർള്, കാരണം ഫർളും സുന്നത്തും തമ്മിലെ വ്യത്യാസം, ഫർള് നമ്മൾ ഉപേക്ഷിച്ചാൽ പരലോകത്ത് അല്ലാഹു തആല നമ്മൾക്ക് ചോദിക്കും. സുന്നത്ത് ഉപേക്ഷിച്ചാൽ എന്തില്ല? ചോദ്യമില്ല. പക്ഷേ ഫർള് ഖള ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷിച്ച ഒരാൾ പരലോകത്ത് അല്ലാഹു തആല അതിന്റെ പേരിൽ ഹിസാബ് ചെയ്യും, അതിന്റെ പേരിൽ ശിക്ഷയുമുണ്ട്. മഹ്ശറെ പോണ്ട, എവിടെ തന്നെ ചെന്നാൽ മതി. ഖബറിലെത്തുമ്പോൾ എന്തുണ്ട്? നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ശിക്ഷയുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ പരിപൂർണമായി ഒരു വഖത്ത് പോലും ഖള ആകാതെ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൽ എന്നല്ല, ജീവിതകാലം മുഴുവനും പലപ്പോഴും നമ്മൾ അതിന്റെ ഗൗരവം പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണത്താലും ഒരു സത്യവിശ്വാസിക്ക് ഫർളായ നിസ്കാരം ഉപേക്ഷിക്കാനുള്ള വഴിയില്ല. മാദാമ അഖലുഹു സാബിത്ത, അവര് ബുദ്ധിസ്ഥിരത ഉള്ളിടത്തോളം കാലം, ബുദ്ധിസ്ഥിരത ഉള്ളിടത്തോളം കാലം കൈവയ്യെങ്കിലും കാലുവയ്യെങ്കിലും ശരീരം മുഴുവനും തളർന്നാലും അവന് ഏത് ഒഴിവാവൂല? ഫർള് നിസ്കാരം ഒഴിവാവില്ല. അത്രയും നിർബന്ധമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് ആഖിറത്തിൽ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും നിസ്കാരം അശ്രദ്ധ കൊണ്ട് മറന്നുകൊണ്ട് അങ്ങനെ ഖളായ നിസ്കാരം ഉണ്ടായിരുന്നു, അവിടെ അല്ലാഹു തആല നമുക്ക് അതിന് പരിഹാരമായി സുന്നത്തിനെ അവിടെ വെക്കുന്നതാണ്. ഫർളും സുന്നത്തും വെച്ച് നോക്കുമ്പോൾ പ്രതിഫലം കൂടുതൽ ഫർളിനാണോ സുന്നത്തിനാണോ? ഫർള് നിസ്കാരത്തിനാണ് പ്രതിഫലം കൂടുതൽ. എത്ര? അൽ ഫർളു യുഫ്ളലുഹു ബി 70 ദറജ. ഒരു സുന്നത്തിനേക്കാൾ 70 ഇരട്ടി പ്രതിഫലമാണ് ഒരു ഫർളിന്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ പ്രതിഫലം, ഒരു ഫർള് ചെയ്താൽ 70 ഫർളിന്റെ പ്രതിഫലം. അപ്പൊ ഫർളായ കാര്യമാണ് നമുക്ക് നിർബന്ധമായി ചെയ്യേണ്ടത്. സുന്നത്ത് നമുക്ക് ഫർളിന് പുറമെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടുള്ള രണ്ട് ഗുണം നമ്മൾ പറഞ്ഞു. ഒന്ന്, ഫർളായ ഇബാദത്തിൽ എന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ ഉണ്ടെങ്കിൽ അത് സുന്നത്ത് കൊണ്ട് പരിഹരിക്കാം. പരലോകത്ത് വരുമ്പോൾ നമുക്ക് ഫർള് നിസ്കാരങ്ങൾ ഏതെങ്കിലും മറന്നുകൊണ്ടോ മറ്റോ ഖള ആയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല ഇതുകൊണ്ട് അവിടെ ആ സ്ഥാനത്ത് വെക്കുകയും ചെയ്യും. നമുക്കറിയാം, ഒരു മുസ്ലിം ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത് ഏതാണ്? നിസ്കാരമാണ്. നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഇബാദത്തിന്റെ ഭൂമി ലോകത്തില്ല. ചില ആളുകൾ നിസ്കാരമില്ലെങ്കിലും അതിന് പുറമെ വേറെ കാര്യങ്ങൾ ചെയ്യും. മക്കളടുത്ത് പറയും, വീട്ടില് സ്വലാത്തെല്ലാം പറയും, മഗ്‌രിബ് ആകുമ്പോ എന്ത് ചെയ്യില്ല? നിസ്കരിക്കൂല. കാര്യമുണ്ടാ? മൗലിദ് ഓതാൻ പറയും, എന്ത് ചെയ്യില്ല? നിസ്കരിക്കൂല. കാര്യമുണ്ടാ? യാസീൻ ഓതും, പക്ഷെ നിസ്കാരമില്ല. യാസീൻ ഓതിനേക്കാൾ, മൗലിദ് ഓതിനേക്കാൾ, സ്വലാത്തില്ലെന്നതിനേക്കാൾ ഒരു മുസ്ലിം ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ ഏറ്റവും ആവശ്യമായ കാര്യം ഏതാണ്? നിസ്കാരമാണ്. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് പറയുന്നുണ്ട്, നബിയേ, എനിക്ക് പരലോകത്ത് അങ്ങയോടൊപ്പം സ്വർഗലോകത്ത് കഴിയണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാൻ ഞാൻ ശഫാഅത്ത് തേടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഅഇന്നി ബികസറത്തി സുജൂദ്, സ്വർഗത്തിൽ എന്നോടൊപ്പം ഇരിക്കാൻ നീ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക. കാരണം സ്വർഗത്തിൽ എന്റെ കൂടെ വരാൻ ഏറ്റവും നല്ല വഴി ഏതാണ്? സുജൂദ് അധികരിപ്പിക്കലാണ്, അഥവാ നിസ്കരിക്കലാണ്. അപ്പോൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണെങ്കിൽ ഫർളുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് ഫർളാണ്? നിസ്കാരം എന്ന ഫർളാണ്. സുന്നത്തായ കാര്യങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്തായ നിസ്കാരവുമാണ്. അതാണ് ഫർളായ കാര്യങ്ങൾ. നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടപ്പോ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് നോമ്പ് ഒഴിവാക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പാടുപെട്ട് കഷ്ടപ്പെട്ട് ജീവൻ പോകുന്ന നിലയിൽ എന്ത് ചെയ്യണ്ട? നോമ്പ് പിടിക്കണ്ട.
ഒരു വിശ്വസ്തനായ ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റൂല, 4-5 മണിക്കൂറിനപ്പുറം നിങ്ങൾക്ക് ഫാസ്റ്റിംഗിൽ ഇരുന്നാൽ നിങ്ങൾക്ക് അസുഖം അധികരിക്കും, പ്രശ്നമാണ് എന്ന് കണ്ടാൽ എന്ത് ചെയ്യാം? നോമ്പ് വിടാം. പക്ഷേ അവർക്ക് ഏതൊഴിവാവൂല? നിസ്കാരം ഒഴിവാവൂല. അതാണ് ചില ആളുകൾ പറഞ്ഞിട്ട് നോമ്പ് പിടിക്കാതെ എങ്ങനെ നിസ്കരിക്കരുത്. അവർക്ക് ഏതും സുന്നത്ത് തന്നെയാണ്. 5 വഖത്ത് നിസ്കാരവും സുന്നത്താണ്, തറാവി നിസ്കാരം സുന്നത്താണ്. ഒരാൾ നോമ്പെടുക്കുന്നില്ല, അവർക്ക് തറാവി വേണ്ടേ? തറാവി നിസ്കരിച്ചാൽ തറാവിന്റെ കൂലി കിട്ടും. നോമ്പെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നോമ്പെടുക്കാത്തതാണ് എന്ന്. അപ്പൊ സക്കാത്തിന്റെ കാര്യം സമ്പന്നർക്കാൻ, ഹജ്ജ് സമ്പത്തും ആരോഗ്യവും വഴിയും ഒക്കെ ഉണ്ടെങ്കിലാണ്. പക്ഷെ നിസ്കാരം എല്ലാത്തിനേക്കാളും മഹത്വമായതാണ്. അതുപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങൾ ഏറ്റവും വലിയ സുന്നത്ത് എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? നിസ്കാരമാണ്. ഇനി അപ്പൊ നമ്മള് ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട വലിയൊരു നന്മയാണ് സുന്നത്ത് നിസ്കാരങ്ങൾ. അല്ലാഹു തആല ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുന്നത്ത് നിസ്കാരം 2 വിഭാഗമാണ്. സ്വലാത്തു നഫ്ലി ഖിസ്മാനി, 2 വിഭാഗം. ഒന്ന്, ലാ തുസല്ലു ലഹു ജമാഅത്തുൻ, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അത് ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരം. ചില സുന്നത്ത് നിസ്കാരങ്ങൾക്ക് എന്താണ്? ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരം ആദ്യം പറയാം. കറവാത്തിബി താബിഅത്തിൽ ഫറായിദി, ഫർളുകൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ. ഇത് ജമാഅത്തായിട്ടല്ല നിസ്കരിക്കേണ്ടത്, മറിച്ച് ഒറ്റയ്ക്കാണ് നിസ്കരിക്കേണ്ടത്. മൊത്തം 22 റക്അത്താണ് 5 വഖത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരം. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം, ഏറ്റവും മുഅക്കദായ സുന്നത്ത് 10 റക്അത്ത്. മൊത്തം എത്ര റക്അത്തുണ്ട്? 22 റക്അത്തുണ്ട്. പറഞ്ഞു നോക്കാം. 4 റക്അത്തിൻ ഖബല അസ്റിൻ, അസ്റിന് മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ട്. 2 റക്അത്ത് നിസ്കരിച്ചാൽ 2 റക്അത്തിന്റെ പ്രതിഫലം, 4 റക്അത്ത് നിസ്കരിച്ചാൽ 4 റക്അത്ത് അല്ലേ? റഹിമല്ലാഹു ഇബ്രാഹിം സല്ല ഖബല അസ്രി 4 റക്അത്ത്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്റിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ആളിന് അല്ലാഹു കരുണ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ്. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ കിട്ടാൻ അസ്റിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. വഅർബഉൻ ഖബല ളുഹ്രി, ളുഹ്റിന് മുമ്പ് 4 റക്അത്ത്. ഇപ്പൊ കൂട്ടി നോക്കണം അല്ലേ? വഅർബഉൻ ബഅദഹു, ളുഹ്റിന് ശേഷവും 4. അസ്റിന് ശേഷം ഇല്ലല്ലോ. അസ്റിന് ശേഷം സുബഹിക്ക് ശേഷവും സുന്നത്ത് നിസ്കാരങ്ങളില്ല. വറക്അതാനി ബഅദ മഗ്രിബിൻ, മഗ്രിബിന് മുമ്പ് മഗ്രിബിന് ശേഷം 2 റക്അത്ത്. വബഅദ ഇശാഇൻ, ഇശാഇന് ശേഷവും 2 റക്അത്ത്. ഇവിടെ ഇശാഇന് ശേഷം 2 റക്അത്ത്, മഗ്രിബിനും ശേഷം 2 റക്അത്ത്. വഖബലഹുമാ, തീർന്നില്ല, മഗ്രിബിനും ഇശാഇന് മുമ്പും 2 റക്അത്ത് ഉണ്ട്. ഇപ്പൊ മഗ്രിബിന് മുമ്പും 2 റക്അത്ത് സുന്നത്താണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇല്ലം യസ്തഖിൽ ബിഹിമാ അൻ ഇജാബത്തിൽ മുഅദ്ദിനി, മഗ്രിബിന് മുമ്പുള്ള സുന്നത്തും ഇശാഇന് മുമ്പുള്ള സുന്നത്തിന്റെ പ്രത്യേകത പറയുന്നത്, മുഅദ്ദിന്റെ മറുപടി കൊടുത്തതിന് ശേഷം ജമാഅത്ത് തുടങ്ങുന്നതിന് അഥവാ ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ സുന്നത്ത് നിസ്കരിക്കാൻ സമയമുണ്ടെങ്കിലാണ് ഈ സുന്നത്ത് അവിടെ നിസ്കരിക്കേണ്ടത്. അഥവാ മഗ്രിബിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് ബാങ്കിന് ശേഷമുള്ള ദുആയും കഴിഞ്ഞ് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കാൻ അവിടെ സമയമുണ്ടെങ്കിൽ ആ സുന്നത്ത് അവിടെ നിസ്കരിക്കണം. ഇനി അങ്ങനെ സമയമില്ല എന്നാൽ ഇല്ല അഖറഹുമ, അതിനെ എന്ത് ചെയ്യാം? മഗ്രിബിന് ശേഷത്തേക്ക് ചിന്തിപ്പിക്കാം. മനസ്സിലായില്ലേ? നമ്മളെ പള്ളിയിൽ ഇപ്പൊ എങ്ങനെയാണ് സുന്നത്ത് നിസ്കാരം സമയം കിട്ടോ? മഗ്രിബിന് മുമ്പ് ഇല്ലല്ലോ. ബാങ്ക് വിളിച്ച് ദുആ കഴിഞ്ഞ ഉടനെ ഇഖാമത്ത് കൊടുക്കും. ചിലപ്പോൾ ദുആയ്ക്കുള്ള സമയം തന്നെ കിട്ടൂല അല്ലേ? ദുആ കറക്റ്റ് പറഞ്ഞതിന് ശേഷം ഇഖാമത്ത് കൊടുത്താൽ മാത്രമല്ല, ബാങ്കിന് ശേഷം ഒരു ആയത്തുൽ കുർസി സുന്നത്തുണ്ട്. ഇന്നലെ നമ്മൾ എന്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നുണ്ട് അല്ലേ? ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ ഒരു ആയത്തുൽ കുർസി ഓതിയാൽ, ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ ഒരു ആയത്തുൽ കുർസി ഓതിയാൽ ആ 2 വഖത്തിന്റെ ഇടയിലുള്ള ചെറിയ പാപങ്ങൾ അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പൊ ബാങ്കിന്റെ ദുആയ്ക്ക് ശേഷം ഒരു ആയത്തുൽ കുർസിയും കൂടി ഓതല് സുന്നത്താണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത്, മഗ്രിബിന്റെ ബാങ്കിന് ശേഷം ഇഖാമത്തിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ഈ സുന്നത്തിനെ എവിടത്തേക്ക് ബന്ധിക്കാം?
മഗ്‌രിബിന്റെ ഫർദ് നിസ്കാരത്തിന് ശേഷം മഗ്‌രിബിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുക, മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കരിക്കുക. ഇത് ഇശാഇന്റെ കാര്യം അങ്ങനെ തന്നെ. ഇപ്പൊ ഒരു പള്ളിയിൽ ഇശാന്റെ ബാങ്ക് വിളിച്ച ഉടനെ സുന്നത്ത് നിസ്കരിക്കാതെ ഇശാ നിസ്കരിക്കുമെന്നെങ്കിൽ അതിന് മുമ്പുള്ള സുന്നത്തിന് എന്ത് ചെയ്യാം? ചുരുക്കി പറഞ്ഞാല് ഏതൊരു ഫർദിന് മുമ്പുള്ള സുന്നത്തിനെ ആ ഫർദിന് ശേഷം നിസ്കരിച്ചാലും ഖളാ ആവൂല. അത് മുമ്പ് നിസ്കരിച്ച പോലെ തന്നെ അതിന്റെ പ്രതിഫലം കിട്ടും. അതാണ്. എന്നാൽ ഫർദിന് ശേഷമുള്ള സുന്നത്തിനെ ഫർദിന് മുമ്പ് നിസ്കരിക്കാൻ പറ്റുമോ? അത് പറ്റേയില്ല. ഇപ്പൊ ളുഹർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത്, ശേഷം 4 റക്അത്ത്. ഒരാൾ വിചാരിക്കുകയാണ് ആദ്യം ളുഹറിന് മുമ്പ് ശേഷമുള്ള 4 8 റക്അത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ ആദ്യം ളുഹറിന് മുമ്പുള്ള 2 ശേഷമുള്ള 2 നിസ്കരിക്കാം, എന്നിട്ട് ളുഹറിന്റെ ഫർദ് നിസ്കരിക്കാന്ന് വിചാരിച്ചാലോ പറ്റോ? ഇല്ല. ഒരു ഫർദ് നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്തിന്റെ സമയം കടക്കുന്നത് ആ ഫർദ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ്. എന്നാൽ മുമ്പുള്ള സമയം ളുഹറിന്റെ സമയം കടക്കുന്നതോടുകൂടി, ആ വഖത്തിന്റെ സമയം കടക്കുന്നതോടുകൂടി കടക്കുകയും ചെയ്യും. ശരി. വറകഅത്താനി ഖബല സുബഹിൽ, സുബഹിക്ക് മുമ്പ് 2 റക്അത്തും സുന്നത്തുണ്ട്. വയസല്ലു ഫീഹിമാ തഖ്ഫീഫുഹുമാ, ഈ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരവും ലഘുവായി നിസ്കരിക്കൽ സുന്നത്താണ്. പെട്ടെന്ന് നിസ്കരിക്കുക, മറ്റുള്ള സുന്നത്തുകളെ അപേക്ഷിച്ച് ലഘുവായ നിലയിൽ പെട്ടെന്ന് നിസ്കരിക്കുക. വഖിറാഅത്തുൽ കാഫിറൂന വൽ ഇഖ്ലാസ്, അതുപോലെ സുബഹിക്ക് മുമ്പുള്ള സുന്നത്തിന് സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസും ഓതലും സുന്നത്താണ്. ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അതാണ്. പിന്നെ അതുപോലെ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും ആ നിസ്കാരം കഴിഞ്ഞ് ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ ഇടയിലും ഒരല്പസമയം കിടക്കൽ സുന്നത്താണ്. ചരിഞ്ഞ് കിടക്കൽ സുന്നത്താണ്. മനസ്സിലായ? നമ്മള് കാരണം തഹജ്ജുദിനൊക്കെ എഴുന്നേൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം ഉണ്ടാവുമല്ലോ. ഉറങ്ങണ്ട, ഒരല്പം റെസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യുക? സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരല്പം കിടക്കല്, ചരിഞ്ഞ് കിബിലയ്ക്ക് നേരെ ചരിഞ്ഞ് കിടക്കല് സുന്നത്താണ്. ഇല്ലം യുഅഖിറുഹുമാ അൻഹു, സുബഹിക്കാലതിനെ അവൻ ബന്ധിപ്പിച്ചില്ല എങ്കിൽ, അഥവാ സുബഹിക്ക് ശേഷമാണ് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടെങ്കിൽ അതിലവിടെ സ്ഥാനമില്ല. അപ്പൊ വലതു ഭാഗം കൊള്ളെ ചരിഞ്ഞ് കിടക്കണം. അതിന് അവസരം കിട്ടിയില്ല എങ്കിൽ ഫഇല്ലം യുരിദ് ദാലിക ഫുസില ബിനഹവി കലാമിൻ, ആരെടുത്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചുകൊണ്ട് ആ സുന്നത്തിന്റെ ഫർദിന്റെ ഇടയിൽ എന്ത് ചെയ്യാം? ഒരു വേർതിരിവ് ഉണ്ടാക്കുക. കിടക്കാൻ പറ്റിയില്ല എങ്കിൽ ഒരു വാക്ക് സംസാരിച്ചാലും ആ ഒരു സുന്നത്ത് കിട്ടുന്നതാണ്. ശരി. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിന് വലിയ പ്രതിഫലമാണ്. മൻ സല്ല ഖബില അൽ ഫജ്ർ റക്അത്തൈൻ, ആരെങ്കിലും ഫജ്റിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അല്ലാഹു ഖൈറുൽ ലഹു മിനദ് ദുനിയ വമാ ഫിഹാ, അവന് ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും ഉത്തമമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ യജൂസു തഅഖീറു റവാത്തിബിൽ ഖബലിയത്തി അനിൽ ഫർദി, റവാത്തിബ് സുന്നത്തുകളെ അഥവാ ഫർദ് നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ ആ ഫർദിനേക്കാൾ പിന്തിപ്പിക്കൽ അനുവദനീയമാണ്. വതകൂനു അദാഅൻ, അത് അദാ ആവുകയും ചെയ്യും. അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് വന്നപ്പോഴെന്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഫർദ് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കാൻ പോവുകയാണ്. എന്നാലോ വഖദ് യുസന്നു, അങ്ങനെ വരുമ്പോൾ ആ സുന്നത്ത് നിസ്കാരത്തെ ഫർദിന് ശേഷമാക്കൽ സുന്നത്താണ്. ജായിസ് എന്ന് മാത്രമല്ല ഫർദിന് ശേഷമാക്കല് സുന്നത്ത്. അപ്പൊ സുന്നത്തും കൂടി കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ ആവശ്യം സുന്നത്ത് നിസ്കരിക്കലല്ല, ജമാഅത്തായി ഫർദ് നിസ്കരിക്കലാണ്. അതുപോലെ ഇഖാമത്തുഹ, അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുക്കാൻ സമയം അടുത്തിരിക്കുന്നു. അവൻ സുന്നത്ത് നിസ്കാരം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇമാമിന്റെ ആദ്യത്തെ തക്ബീർ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ ഫയുക്റഹു ശുറൂഉ ഫീഹാ, അവൻ സുന്നത്ത് നിസ്കാരം ആരംഭിക്കൽ കറാഹത്താണ്. കാരണം മുമ്പുള്ള സുന്നത്തിന്റെ പ്രതിഫലം ശേഷം നിസ്കരിച്ചാലും കിട്ടുമല്ലോ. പക്ഷെ ഇവിടെ സുന്നത്ത് നിസ്കരിച്ചിരുന്നാൽ ഏത് നഷ്ടപ്പെടും? ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടും. അവിടെ അവൻ അതിനുവേണ്ടി നിൽക്കരുത്.
വകദാ ബഅദ ഖുറൂജിൽ വഖ്തി അലൽ ഔജഹി, സമയം പുറപ്പെട്ടതിന് ശേഷമാണെങ്കിലും അങ്ങനെ തന്നെ. ഒരാളിന് ഫർദ് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരാൾ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നിന്നാൽ ഫർദിന്റെ സമയം പുറപ്പെട്ട് നിസ്കാരം ഖളാ ആവുന്നുണ്ടെങ്കിൽ അവൻ സുന്നത്ത് നിസ്കരിക്കണോ ഫർദ് നിസ്കരിക്കണോ? നിസ്കാരങ്ങളിൽ നിന്ന് മുഅക്കദായ സുന്നത്ത് വൽ മുഅക്കദു മിനർ റവാത്തിബി അശ്റുൻ, 10 റക്അത്താണ്. അഥവാ ബാക്കി 12 റക്അത്ത് നമ്മൾ വിട്ടുപോയാലും ഈ 10 റക്അത്ത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അത് ഏതൊക്കെയാണ്? റക്അത്താനി ഖബല സുബ്ഹിൻ, സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 2 റക്അത്ത്, വബഅദഹു, ളുഹറിന് ശേഷം 2 റക്അത്ത്, വബഅദ മഗ്രിബിൻ വഇശാ, മഗ്രിബിന് ശേഷവും ഇശാന് ശേഷവും 2 റക്അത്ത്. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്തുകൾ. ഇനി ഇതാണ് ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ളത്. അത് പുറമെ വയുസന്നു വിത്റുൻ, വിത്ർ നിസ്കാരം സുന്നത്താണ്. വിത്ർ നിസ്കാരം അല്ലെ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം. ഏതിനേക്കാൾ? ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകളെക്കാൾ ശ്രേഷ്ഠതയാണ് ഏതിനുള്ളത്? സ്വലാത്തു ബഅദൽ ഇശാഇ അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിം, വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിന്റെ മേലും ബാധ്യതയാണ്. വഹുവ അഫ്ളൽ മിൻ ജമാഇ റവാത്തിബി, ഇത് റവാത്തിബ് സുന്നത്തുകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠം. എന്തുകൊണ്ട്? ലിൽ ഖിലാഫി ഫീ വുജൂബിഹി, വിത്ർ നിസ്കാരം വാജിബാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. ഹനഫി മദ്ഹബില് വിത്ർ നിസ്കാരം എന്താണ്? വാജിബാണ്. വിത്ർ നിസ്കാരം ഹനഫി മദ്ഹബില് നിസ്കരിച്ചേ മതിയാവുള്ളൂ. അങ്ങനെയുണ്ട്. കാരണം ഈ ഹദീസിന്റെ വെളിച്ചം എന്താണ്? അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിം, വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിന്റെ മേലും ബാധ്യതയാണ്. പക്ഷെ ഷാഫി നബിയിൽ സുന്നത്താണ്, എന്നാൽ വെറും സുന്നത്തല്ല, വളരെ പ്രബലമായ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താണ്. അതിപ്പോ ഇശായിന് ശേഷമുള്ള 2 റക്അത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ഏതിന്? വിത്റിനുള്ളത്. അതാണ് വിത്ർ നിസ്കാരം ഏറ്റവും കുറഞ്ഞത് 1 റക്അത്താണ്. 1 റക്അത്ത് നിസ്കരിച്ചാലും ഏത് കിട്ടും? വിത്റിന്റെ സുന്നത്ത് കിട്ടും. അത് ഇശായിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാതെ വിത്ർ നിസ്കരിച്ചാലും വിത്റിന്റെ പ്രതിഫലം കിട്ടും. വഅദിനൽ കമാലി സലാസ്, പരിപൂർണതയിൽ ഏറ്റവും കുറഞ്ഞത് 3 റക്അത്താണ്. എപ്പോഴാണ് വിത്ർ നിസ്കരിക്കേണ്ടത്? ഇശായിന് ശേഷം. ഇശായിന് ശേഷം. റമളാനിൽ മാത്രമല്ലല്ലോ വിത്ർ. പ്രതിഫലം കിട്ടും. വിത്രിന് കുഴപ്പമില്ല, വിത്രിന്റെ സുന്നത്ത് കിട്ടും. അതാ പറഞ്ഞത്, ഇശായിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിലും ശരി വിത്ർ കിട്ടും. കാരണം ഇശായിന്റെ സമയത്തിന് ശേഷം, എപ്പോൾ ഇശായിന്റെ ഫർദിന് ശേഷം എപ്പോൾ നിസ്കരിച്ചാലും വിത്രിന്റെ പ്രതിഫലം കിട്ടും. സുബഹിക്ക് മുമ്പ് നിസ്കരിച്ചാൽ മതി. അതാണ്. അപ്പൊ വിത്ർ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ഒരു സുന്നത്താണ്. ഏറ്റവും പരിപൂർണമായത് പരമാവധി 11 റക്അത്താണ്. അപ്പൊ ഈ ഹദീസ് പിടിച്ചിട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും റമളാൻ അല്ലാത്തപ്പോഴും നബി തങ്ങൾ 11 റക്അത്തിനേക്കാൾ അധികരിപ്പിച്ചിട്ടില്ല. ഈ 11 റക്അത്ത് പറഞ്ഞാൽ ഏതാണ്? തറാവീഹ് അല്ല, വിത്ർ നബി തങ്ങൾ റമളാൻ അല്ലാത്തപ്പോൾ എത്ര നിസ്കരിച്ചിട്ടുള്ളത്? പരമാവധി 11 റക്അത്ത്. ചിലപ്പോൾ 1 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് നബികൾ, ചിലപ്പോൾ 3 നിസ്കരിച്ചിട്ടുണ്ട്, 5, 7, 9. പരമാവധി നബി തങ്ങൾ വിത്ർ നിസ്കരിച്ചിട്ടുള്ളത് 11 റക്അത്താണ്. അതിനേക്കാൾ അധികരിപ്പിക്കാൻ പറ്റുകയില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിത്ർ മനസ്സിലാക്കേണ്ടത്, 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്ന ഒരാള് യഖറഉ ഫിൽ ഊലാ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, 1-ാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല ഓതുക. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. റമളാനിൽ മാത്രമല്ല, നമ്മളുടെ ജീവിതം മുഴുവനും വിത്റുണ്ട്. അവിടെയൊക്കെ വിത്ർ 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 1-ാമത്തെ റക്അത്തിൽ ഏത് തന്നെയാണ് ഓതേണ്ടത്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. വഫി സാനിയത്തി അൽ കാഫിറൂൻ, 2-ാമത്തെ റക്അത്ത് സൂറത്തുൽ കാഫിറൂൻ. വഫി സാലിസത്തി, 3-ാമത്തെ റക്അത്തിൽ അൽ ഇഖ്ലാസ് വൽ മുഅവ്വിദത്തൈൻ, ഇഖ്ലാസും മുഅവ്വിദത്തൈൻ ഓതണം. ഇനി ഒരാള് 3-നേക്കാൾ അധികരിപ്പിച്ച് 5, 7, 11 വരെ നിസ്കരിച്ചാലോ ഈ സുന്നത്ത് അഥവാ സബ്ബിസ്മ റബ്ബിക്കൽ അഅല, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ അവസാനത്തെ 3 റക്അത്തിലാക്കണം. അതിന് മുമ്പുള്ള റക്അത്തുകൾ അവർക്ക് ഇഷ്ടമുള്ള ഭാഗം
ഓതാവുന്നതാണ്. അതുപോലെ വിത്ർ നിസ്കരിച്ചതിന് ശേഷം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് 3 പ്രാവശ്യം പറയണം. വയർഫഉ സൗതഹു ബിസാലിസ, മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോൾ ശബ്ദം ഉയർത്തുകയും ചെയ്യണം. ഒരാളല്ല, എല്ലാവരും പറയണം. എന്ത് പറയണം? സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്. മൂന്നാമത്തെ പ്രാവശ്യം റബ്ബിൽ മലായികത്തി വറൂഹ്. എന്നിട്ടൊരു ദുആയുണ്ട്, നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ട ദുആയാണ്. നമ്മൾ ലാസ്റ്റ് നിസ്കരിക്കുന്ന നിസ്കാരമല്ലേ ദിവസത്തെ രാത്രി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉസീ സനാഅൻ അലൈക അന്ത കമാ അസ്നൈത അലാ നഫ്സിക. ഈ ദുആ നമ്മൾ സാധാരണ വിത്തറിന് ശേഷം ഈ ദുആ ചെയ്യാറുള്ളതാണ്. വഖത്തുൽ വിത്രി, വിത്റിന്റെ സമയക്ക തറാവീഹ്, തറാവീഹ് പോലെ ബൈന സ്വലാത്തിൽ ഇശാഇ, ഇശാ നിസ്കാരത്തിന്റെ ഇടയിലും, അതുപോലെ വത്തുലൂഇൽ ഫജ്രി, ഫജ്ർ സോദി കുതിക്കുന്നതിന്റെ ഇടയിലുമാണ്. ഫജ്ർ സോദി കുതിക്കുക എന്ന് പറഞ്ഞാൽ സമയം സുബഹി ആവുക. അപ്പൊ ഇശാ കഴിഞ്ഞിട്ട് സുബഹിക്ക് മുമ്പ് എപ്പോ നിസ്കരിച്ചാലും മതി വിത്ർ എന്നാണ്. എന്നാൽ യുസല്ലു ലിമൻ വസഖ ബി യഖലതിഹി ഖബല ഫജ്രി നഫ്സിഹി ഔ ഗൈരി, ഒരാള് സുബഹിക്ക് മുമ്പ് തന്നെ അവൻ ഉണരുന്ന ആളാണ്, ഉണരുമെന്നവന് ഉറപ്പുണ്ട്. എന്നാൽ വിത്ർ മുഴുവനും എവിടത്തേക്ക് ബന്ധിപ്പിക്കാം? രാത്രിയുടെ അവസാനത്തേക്ക് ബന്ധിപ്പിക്കല് അവന് സുന്നത്താണ്. മനസ്സിലായില്ലേ? ഇശാന് ശേഷം നിസ്കരിക്കണ്ട. രാത്രി സുബഹിക്ക് മുമ്പ് തഹജ്ജുദിന് വേണ്ടി എഴുന്നേക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവൻ തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ഈ വിത്തറിനെ നിസ്കരിച്ചാൽ മതി. അതാ വിത്തർ സുന്നത്ത്, വിത്തറിൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് വിത്തറെങ്കിലും റമളാനിലെ വിത്തറിൽ എന്ത് സുന്നത്തുണ്ട്? ജമാഅത്ത് സുന്നത്തുണ്ട്. എന്നാൽ ഞാൻ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന ആളാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ അങ്ങനെ നിസ്കാരത്തെ പിന്തിപ്പിച്ചാൽ ജമാഅത്ത് നഷ്ടപ്പെടും എന്നുണ്ടെങ്കിലും അവൻ അവിടെ മഹത്വം ഏത് തന്നെയാണ്? നിസ്കാരത്തെ പിന്തിപ്പിക്കലാണ്. അതാണ് കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ഇജ്അലു സ്വലാഖിറ ലൈലിക്കും വിത്ര, നിങ്ങൾ അവസാനത്തെ ഒരു രാത്രിയുടെ അവസാനത്തെ നിസ്കാരം നിങ്ങൾ വിത്റാക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ ചിലർ പറയുന്നത് അങ്ങനെയല്ല, ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്ർ നിസ്കരിക്കൽ സുന്നത്താണ് എന്ന്. പിന്നെ തഹജ്ജുദിന് പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കാം. കാരണം അതിനവർ പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഉണ്ട്, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഉത്തിറ ഖബല അൻ അനാമ, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കുവാൻ നബി തങ്ങൾ എന്നോട് കൽപ്പിച്ചു. അപ്പൊ അവിടെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? വിത്ർ നിസ്കരിക്കണം. നേരത്തെ പറഞ്ഞ ഞങ്ങള് രാത്രി അവസാന നിസ്കാരം വിത്റാക്കുകയാണ്. ഇതനുസരിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല യൂത്തിറു ഖബല അൻ യനാമ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ പതിവ് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്ർ നിസ്കരിക്കുമായിരുന്നു. സുമ്മ യഖൂമു യതഹജ്ജദ്, പിന്നെ വെളുപ്പിന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നു. അബൂബക്കർ പറഞ്ഞത് ശൈലി അങ്ങനെ. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു യനാമു ഖബല അൻ യൂത്തിറ, ഉമർ റളിയല്ലാഹു തആല അൻഹു ആണെങ്കിലോ വിത്തറിന് മുമ്പ് ഉറങ്ങുകയും രാത്രി എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യുമായിരുന്നു? വിത്ർ നിസ്കരിക്കും. രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബാക്കൾ. രണ്ടുപേർക്ക് രണ്ട് ശൈലിയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കുമായിരുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉറങ്ങിയതിനു ശേഷം വിത്ർ നിസ്കരിക്കുമായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ഈ വിഷയം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് രണ്ടും ശരിയാണ്. നബിതങ്ങൾ രണ്ടിനെ അംഗീകരിച്ചു. എന്ത് പറഞ്ഞു? ഹാദാ അഖദ ബിൽ ഹസ്ബി, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവിടെ ഉറപ്പിനെ മുറുകെ പിടിച്ചു. അഥവാ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിച്ചാൽ എനിക്ക് ഉറപ്പായിട്ട് വിത്ർ കിട്ടും, പക്ഷെ ഉറങ്ങിപ്പോയാൽ ഒരുപക്ഷേ വിത്ർ കിട്ടൂല, തഹജ്ജുദും കിട്ടൂല, മനുഷ്യനല്ലേ, ഉറങ്ങിപ്പോകാലോ എന്ന് പറഞ്ഞു. എന്നാൽ ഉമർ റളിയല്ലാഹു തആല അഖദ ബിൽ ഖുവ്വത്തി, മനഃശക്തിയെ മുറുകെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് എഴുന്നേൽക്കും. അപ്പൊ രണ്ട് ശരിയായി, മനസ്സിലായില്ലേ? അതാ. അപ്പൊ അങ്ങനെ രണ്ട് രൂപത്തിലും ചെയ്തിരുന്നു.
ഉസ്മാൻ മിസ്ല ഫൈൽ അബീ ബക്കർ, മഹാനായ മൂന്നാം ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു തആല അബൂബക്കർ എന്ന രീതിയെ പിൻപറ്റി. എന്നാൽ അലി റളിയല്ലാഹു തആല ഉമർ റളിയല്ലാഹു തആല എന്നിവരെ പിൻപറ്റി ചെയ്തു. ഇതെല്ലാം നമുക്ക് ഇസ്ലാമിലെ വലിയ മാതൃകകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ തന്നെ നബി തങ്ങൾ പല സന്ദർഭങ്ങളിൽ, പല കോണ്ടസ്റ്റിൽ പല കാര്യവും നബി തങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് സഹാബാക്കൾ ചിലർ ചിലതിന് മുൻഗണന കൊടുക്കും, ചിലർ ചിലതിന് മുൻഗണന കൊടുക്കും. അത് രണ്ടും തെറ്റല്ല. അതാണ് അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. അവരെ ആര് നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ ആരാകും? നിങ്ങൾ സന്മാർഗം ലഭിച്ചവരാകും. അതാണ് നമ്മളിവിടെ തറാവി നിസ്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായിട്ട് ജീവിതത്തിൽ തറാവീഹ് അധികം നാൾ നിസ്കരിച്ചിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ കാണക്കെ തറാവീഹ് നിസ്കരിച്ചത് 2 ദിവസമാണ്. ഹദീസുകളിൽ കാണാം. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി ഒരു റമളാന് ഒരു രാത്രി നബി തങ്ങൾ വന്നിട്ട് തറാവീഹ് നിസ്കരിച്ചു, ഒറ്റയ്ക്കാണ്. സഹാബാക്കൾ ഇതൊക്കെ കണ്ടു. അപ്പൊ കുറെ പേര് നബി തങ്ങൾ നിസ്കരിക്കുന്ന കണ്ടിട്ട് അവരൊക്കെ നിസ്കരിച്ചു. പിറ്റേന്ന് ചർച്ചയായി. പലരും പറഞ്ഞു, നീ ഇന്നലെ പള്ളിയിൽ വന്നിരുന്നോ? ഇല്ല, ഇന്നലെ നബിതങ്ങൾ റമളാൻ പ്രമാണിച്ച് രാത്രി കുറെ റക്അത്ത് നിസ്കരിച്ചു. ഞങ്ങളും നബിതങ്ങളോടൊപ്പം എന്താ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നൊക്കെ നിസ്കരിച്ചു കണ്ടിട്ട്. അപ്പൊ വരാത്ത സഹാബാക്കൾക്ക് വിഷമായി. ഓ, ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ പഠിച്ചവന്, എങ്കിൽ ഞങ്ങൾ രാത്രി ഇന്ന് ഞങ്ങളും കാണും. ഇതങ്ങനെ എന്ത് ചെയ്തു? അങ്ങ് വ്യാപിച്ചു സഹാബാക്കളുടെയിൽ. പിറ്റേന്ന് രാത്രി ആയപ്പോൾ നബിതങ്ങൾ നിസ്കരിക്കാൻ വന്നു. സഹാബാക്കൾ ഒരുപാട് പേര് പള്ളി അങ്ങ് നിറഞ്ഞു. എല്ലാവരും നിസ്കാരമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ട് പോയി. സഹാബാക്കൾ ഒറ്റയ്ക്ക് അവരെ നിസ്കരിച്ചങ്ങ് പോയി. 3-ാമത്തെ ദിവസമോ 2-ാമത്തെ ദിവസത്തേക്കാൾ ആളുകൾ കൂടി. സഹാബത്തിന് അമൽ ചെയ്യാനുള്ള താല്പര്യം, റമളാനും കൂടിയാണ്, 1-70 ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ്. പക്ഷെ 3-ാമത്തെ ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നില്ല. സഹാബാക്കൾ പ്രതീക്ഷിച്ചു നിന്നു. കാണാത്തതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞുപോയി. പിറ്റേന്ന് പ്രഭാതത്തിൽ സഹാബാക്കൾ നബി തങ്ങളുടെ അടുക്കൽ വന്നു കണ്ടു. നബിയെ, ഞങ്ങൾ അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നു രാത്രി, ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കാൻ. പക്ഷേ നബിയെ അങ്ങയെ കണ്ടില്ലല്ലോ നബിയെ. അപ്പോൾ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ 2-ാമത്തെ ദിവസം വന്ന് ആവേശത്തോടുകൂടി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ വീണ്ടും ഞാൻ വരാത്തത് നിങ്ങളുടെ ആവേശം കണ്ടിട്ട് അല്ലാഹു തആല ഈ നിസ്കാരത്തെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയേക്കാം എന്ന് ഞാൻ പേടിച്ചുപോയി. അത് നിങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ പിൽക്കാലത്ത് വരുന്നവർക്ക് ഇത് നിർബന്ധമാക്കി പോയാൽ അവർക്കത് ഭാരമാകും. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. പിന്നെ തറാവീഹിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തിൽ വേറെ ചർച്ചയില്ല. നബിതങ്ങളുടെ ഹയാത്തിൽ ഇത് ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുമില്ല. എത്ര റക്അത്താണെന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, നബിതങ്ങൾ റമളാനിൽ അല്ലാത്തപ്പോഴും 11 റക്അത്തിനേക്കാൾ അധികരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഏതിനെ കുറിച്ചാണ്? വിത്ർ നിസ്കാരമാണ്. തറാവീഹിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് റിപ്പോർട്ട് ചെയ്ത സംഭവം ഇതാണ്. 2 ദിവസം നബിതങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചു. 3-ാമത്തെ ദിവസം നബിതങ്ങളെ കണ്ടില്ല. സഹാബത്ത് സംശയം ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഇങ്ങനെ കാര്യം പറഞ്ഞു. പിന്നെ ആളുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ റമളാനിൽ നിസ്കരിച്ചു പോയി, ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടില്ല. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഖലീഫയാകുന്ന സമയത്താണ് ഇങ്ങനെ പള്ളികളിൽ ചിന്നിച്ചെതിറിയ ആളുകൾ അവിടെ ഇവിടെ കൃത്യതയില്ലാതെ നിസ്കരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഒരാളെ ഇമാമായി നിർത്തി 20 റക്അത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞു. അതോടുകൂടിയാണ് എന്തായത്? ഇതിന് ബറകാത്ത് ജമാഅത്തായത്. ഇതിന് സഹാബാക്കൾ ഇതിനെ അംഗീകരിച്ചു. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം സഹാബാക്കൾ കൊണ്ടുവന്ന എല്ലാ കാര്യത്തിനെയും ഉമ്മത്ത് അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഏതാണ്? പരിശുദ്ധമായ ഖുർആനിന്റെ ക്രോഡീകരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഏതില്ല? നമ്മൾ ഈ കയ്യിൽ വെച്ച് പോകുന്ന ഖുർആൻ ഇല്ല. പിന്നെ എവിടെയുള്ളത് ഖുർആനൊക്കെ? ആളുകളുടെ മനസ്സിൽ. പിന്നെ കുറെയൊക്കെ പലകയിലും തോയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു യുദ്ധത്തില്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു യുദ്ധത്തില് കുറെ ഹാഫിളുകൾ ഷഹീദായി, കുറെ ആളുകൾ മരണപ്പെട്ടു പോയി. അപ്പൊ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല എന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ റളിയല്ലാഹു അൻഹു, കുറെ ഖുർആൻ മനപ്പാടമേവരൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയാൽ ഹാഫിളുകൾ ഇല്ലാതായാൽ ഖുർആൻ നഷ്ടപ്പെട്ടു പോകും കയ്യിൽ നിന്ന്. അതുകൊണ്ട് എന്ത് വേണം?
ഖുർആൻ എത്രയും പെട്ടെന്ന് ക്രോഡീകരിക്കണം. കയ്യിലുള്ളവരെല്ലാവരും ഖുർആൻ ഉള്ളവരുടെയൊക്കെ വാങ്ങിച്ചുകൊണ്ടത് നമുക്ക് എഴുതി വെക്കണം ഖുർആൻ എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ ആദ്യം ചോദ്യം, ഉമറെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. നബി തങ്ങളുടെ ഹയാത്തിൽ എന്ത് ചെയ്തിട്ടില്ല? അങ്ങനെ ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ല, എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, അത് നല്ല കാര്യമാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടമുള്ള കാര്യമല്ലേ, അതിനെ നമ്മൾ ഇല്ലാതാക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഉമർ റളിയല്ലാഹു തആല നിർദ്ദേശം കേട്ടിട്ട് അവരുടെ ഇടയിൽ ഈഗോ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ ചെയ്യാത്ത കാര്യം അവൻ പറഞ്ഞു ഞാൻ ചെയ്യണോ എന്നതില്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹു തആല എന്ത് ചെയ്തു? അത് കേട്ടനുസരിച്ചു. അതും ഏതായിട്ടില്ല, പരിപൂർണമായ തർത്തീബിലായിട്ടില്ലായിരുന്നു. അവസാനം മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല കാലഘട്ടത്തിലാണ് കൃത്യമായ മുസ്ഹഫായിട്ട് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്ന ലിപിയില് അതിനെ എഴുതി തയ്യാറാക്കി 7 കോപ്പികളാക്കി അന്ന് കാലഘട്ടത്തുണ്ടായിരുന്ന 7 രാജ്യങ്ങളിലേക്ക് ഇതിനെ അയച്ചത്. അതിന്റെ നിയമം അനുസരിച്ചാണ് ഇക്കാലം അത്രയും പരിശുദ്ധമായ ഖുർആൻ മുസ്ഹഫ് ഉള്ളത്. അതിന് വിരുദ്ധമായിട്ട് ഒന്ന് വന്നാൽ അതിനെ ലോകം അംഗീകരിക്കുകയില്ല. ഇതുപോലെയാണ് തറാവീഹിന്റെ കാര്യവും. അത് ഇതിന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് ഒരു രാജ്യം, ഒരു റിപ്പബ്ലിക്കിന്റേതായ നിയമങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംവിധാനം ചെയ്തിട്ടില്ല. അത് ഏറ്റവും കൂടുതൽ സംവിധാനം ചെയ്ത മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല റേഷൻ സംവിധാനം, അതുപോലെ തന്നെ ഇസ്ലാമിലെ സൈന്യത്തിനുള്ള ആനുകൂല്യങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്നത് ആരാണ്? ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് ഉമറിന്റെ ഭരണം ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന്. അപ്പൊ സഹാബാക്കൾ ചെയ്തതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകാരം ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ബാധകമാണ്. അതാണ് അസ്ഹാബി കൻബിജു, എന്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും എന്നുള്ളത്. ഇപ്പൊ ഒരാളിന് തറാവീഹ് 10 റക്അത്ത് നിസ്കരിക്കാനേ സൗകര്യമുള്ളൂ, കുഴപ്പമുണ്ടോ? ഇല്ല, അവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. ഒരാളിന് 8 റക്അത്ത് നിസ്കരിക്കാനേ സൗകര്യമുള്ളൂ, കുഴപ്പമുണ്ടോ? ഇല്ല, അതിന്റെ പ്രതിഫലം കിട്ടും. പക്ഷെ 8 ഉള്ളൂ എന്ന് പറയുന്നത് ആരെ നിഷേധിക്കലാണ്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ നിഷേധിക്കലാണ്. അപ്പൊ ഇഷ്ടമുള്ളവർക്ക് 8 നിസ്കരിക്കാം, ഇഷ്ടമുള്ളവർക്ക് 15 നിസ്കരിക്കാം, 16 നിസ്കരിക്കാം, ഇഷ്ടമുള്ളവർക്ക് 20 റക്അത്ത് നിസ്കരിക്കാം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സുന്നത്ത് അതാണ്. ആ നിലയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പറയാനുണ്ട്, നാളെ അടുത്ത ക്ലാസ്സിൽ പറയാം.